ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലുസാൽ ക്ലിഫ്റ്റൺ എഴുതിയിട്ടുള്ള വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള ബ്യൂട്ടിഫുൾ പോമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലുസാൽ ക്ലിഫ്റ്റൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബ്ലാക്ക് പീപ്പിളിൻ്റെ ലൈഫ് എന്താണ്, അവർ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊരു പുതിയൊരു ടോപ്പിക്കല്ല, നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വന്തം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക റേസിലുള്ള ആളുകളുടെ എക്സ്പീരിയൻസുകൾ ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി സ്വന്തം വർക്ക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റായിരുന്നു ലുസാൽ ക്ലിഫ്റ്റൺ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് മേക്കിംഗ് ഓഫ് എ സെൽഫ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് എങ്ങനെയാണ് അവനവന് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലൈഫ് മോൾഡ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇതിനകത്ത് ജസ്റ്റ് ഒരു 14 ലൈൻസിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു 14 ലൈൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സോണറ്റിൻ്റെ സ്ട്രക്ചറാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സോണറ്റിൻ്റെ ഫോമാറ്റിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ മോഡേൺ സോണറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പക്ഷെ നമുക്ക് ആ ഒരു ട്രഡീഷണൽ സോണറ്റിൽ കാണുന്ന ആ ഒരു റെട്ടോറിക്കിൽ നിന്നും ഇമേജിലേക്ക് പോകുന്ന പോലെ, അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റിൽ നിന്നും റെസൊല്യൂഷനിലേക്ക് എത്തുന്ന പോലെയൊക്കെയാണ് ഇതിൽ നമുക്ക് കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിനൊരു മോഡേൺ സോണറ്റ് എന്നുള്ളൊരു സംഭവം കൊടുത്തുള്ളത്. പക്ഷേ ആ ഒരു ട്രഡീഷണൽ സോണറ്റിൻ്റെതായിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും കാര്യങ്ങളും ഒന്നും അതേപടി കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിലും, അതൊക്കെ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു സോണറ്റായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മോഡേൺ സോണറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പോമിലോട്ട് പോവാം. വോണ്ട് ടു സെലിബ്രേറ്റ് വിത്ത് മീ. അപ്പോൾ ടൈറ്റിലിൽ തന്നെ നമ്മുടെ പോയിറ്റ് നമ്മുടെ റീഡേഴ്സിനോട് ചോദിക്കണം, എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോരുന്നോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ടൈറ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് സെലിബ്രേഷൻ എന്നൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. വോണ്ട് ടു സെലിബ്രേറ്റ് വിത്ത് മീ വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതായത് എൻ്റെ കൂടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നോ? എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. ഒരു ലൈഫ് എന്നുള്ള പോലെ, അല്ലെങ്കിൽ സിമിലിയർ ടു ലൈഫ് എന്നാണ് നമ്മളെ കൈൻഡ് ഓഫ് ലൈഫ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ ലൈഫാണോ അല്ലെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ അവർ പറയുകയാണ് ഷേപ്ഡ് ഇൻ ടു, ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അത് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത ലൈഫ് പോലെയുള്ളൊരു സംഭവം. അങ്ങനത്തെയാണ് എൻ്റെ കയ്യിലുള്ള, നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫ് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഞാൻ സ്വയം എൻ്റെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്തെടുത്ത എൻ്റെ ലൈഫാണ്. അപ്പോൾ അതിലേക്കാണ് എന്തിനു ക്ഷണിക്കുന്നത്, നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ക്ഷണിക്കുന്നത്. ഐ ഹാഡ് നോ മോഡൽ. എനിക്ക് പ്രത്യേകിച്ച് മോഡലുകളൊന്നുമില്ല ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ പേഴ്സണോ അങ്ങനെ ഒന്നും എനിക്ക് മോഡലായിട്ടില്ല. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെയാണ് എൻ്റെ ലൈഫ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് പറഞ്ഞത്, കൈൻഡ് ഓഫ് ലൈഫ് പോലത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ബോൺ ഇൻ ബാബിലൺ ബോത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ. അപ്പോൾ അദ്ദേഹം ബാബിലൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബൈബിളിക്കൽ റെഫറൻസ് ആണ്. അവരുടെ ആ ഒരു ബർത്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവർ എത്രത്തോളം ലോൺലി ആയിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒപ്രസീവ് ആയിട്ടുള്ള ഒരു ബർത്താണ് അവർക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡ് കാലങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. മൊത്തത്തിൽ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ. ഒരേ സമയം 2 വിശേഷണങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്, നോൺ വൈറ്റ് ആൻഡ് വുമൺ. നമുക്കറിയാം മറ്റുള്ളവർ പൊതുവെ അവർക്ക് എന്താ പറയുക ബ്ലാക്ക് പീപ്പിൾ എന്നാണ് നമ്മൾ വിളിക്കുക എല്ലാവരും. അപ്പോൾ ഒരു ബ്ലാക്ക് എന്നുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്യാതെ അതിന് പകരം വേറൊരു വാക്കായിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്, നോൺ വൈറ്റ് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർക്കറിയാം അവർ വൈറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് എന്നും വൈറ്റ് എന്നും യൂസ് ചെയ്യാണ്ട് അവർ യൂസ് ചെയ്യുന്ന വേർഡാണ് നോൺ വൈറ്റ്. അപ്പോൾ അതിൻ്റെ മീനിങ് സെയിം തന്നെയാണല്ലോ, പക്ഷെ നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്നുമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ. ഈ 2 ടേംസ് എന്തുകൊണ്ടായിരിക്കും പറയുന്നത്, നോൺ വൈറ്റും വുമണും അവിടെ എടുത്ത് പറയാനുള്ള കാരണം എന്താ? കാരണം ഈ 2 ടേംസാണ് അവരെ എന്തിലേക്ക് നയിക്കുന്നത്, എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളിലേക്കും ഡിസഡ്വാൻറ്റേജുകളിലേക്കും ഒക്കെ നയിക്കുന്നത്. ഒരു നോൺ വൈറ്റ് ആയതുകൊണ്ടും ഒരു വുമൺ ആയി പോയതുകൊണ്ടുമാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ സ്വയം വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ ആ ഒരു വിശേഷണങ്ങളാണ് നോൺ വൈറ്റും അതേപോലെ തന്നെ വുമണും. വാട്ട് ഐ സീ ടു ബി അക്സെപ്റ്റ് മൈസെൽഫ്. അവർ ചോദിക്കുകയാണ്, എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വേണമെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നോൺ വൈറ്റ് ആയിട്ടോ ഒരു വുമൺ ആയിട്ടോ ഇത്തരത്തിൽ ഡിസഡ്വാൻറ്റേജുകൾ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഐ മേഡ് ഇറ്റ് അപ്പ്. ഇവിടെ ഐ മേഡ് ഇറ്റ് അപ്പ് എന്നുള്ള ഒരു ഇറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫിനെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എ കൈൻഡ് ഓഫ് ലൈഫ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു എന്ന്. ആ ലൈഫാണ് ഇവിടെയും പറയുന്നത്. ഐ മേഡ് ഇറ്റ് അപ്പ്. ഞാൻ ആ ലൈഫ് മേക്ക് ചെയ്തെടുത്തത് എവിടെയാണ്? ഹിയർ ഓൺ ദിസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ. സ്റ്റാർ ഷൈനിൻ്റെയും ക്ലേയുടെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജിലാണ് ഞാൻ സ്വയം മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലൈഫ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ ഒരു ബ്രിഡ്ജിലാണെന്ന് പറയുന്നത്. ആ ബ്രിഡ്ജ് അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒരു സ്റ്റാർ ഷൈനിൻ്റെയും ക്ലേയും. സ്റ്റാർ ഷൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക, സ്കൈ റിലേറ്റഡ് ആണ്, മുകളിലുള്ളതാണ്. അതേപോലെ തന്നെ ക്ലേ എന്ന് പറയുമ്പോൾ എർത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, താഴെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ ഒരു റിലേഷനാണ് പറയുന്നത്. സ്കൈ അല്ലെങ്കിൽ നമുക്ക് ഹെവൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതും അതേപോലെ കോസ്മിക് എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. അതും അതേപോലെ തന്നെ എർത്തും, ഇത് രണ്ടും എന്തുമായിട്ട് റിലേഷൻ ഉണ്ട്, ബർത്തുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് നമുക്കൊരു എന്താ പറയുക ബൈബിളിക്കൽ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം.
അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എന്തായാലും ആ ഒരു 2 കാര്യങ്ങളുടെയും സ്റ്റാർ ഷൈനിൻ്റെയും ക്ലേയുടെയും ഇടയ്ക്കുള്ളൊരു ബ്രിഡ്ജിൽ, ഒരു പാലത്തിലാണ് ഞാൻ എൻ്റെ ആ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നമുക്കറിയാം സാധാരണമായൊരു കാര്യമല്ല ആൾ ചെയ്തിട്ടുള്ളത്, വളരെ ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. 2ൻ്റെ ഇടയ്ക്കൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ ബ്രിഡ്ജിൽ ലൈഫ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും റയർ ആയിട്ടുള്ളൊരു വലിയ സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൈ വൺ ഹാൻഡ് ഹോൾഡിങ് ടൈറ്റ്, എൻ്റെ ഒരു കൈ ഇങ്ങനെ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. എന്തിലേക്കാണ് പിടിച്ചിരിക്കുന്നത്, നമുക്കൊന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കായിരിക്കും പിടിച്ചത്, അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിലേക്കായിരിക്കും എന്നൊക്കെ തോന്നും. പക്ഷേ എവിടേക്കാണ് മൈ അതർ ഹാൻഡ് എന്ന് പറയുന്നത്. എനിക്ക് ചേർത്ത് പിടിക്കാൻ വേറെ ആരുടെയും കൈയില്ല, മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ, മൈ അതർ ഹാൻഡ്. ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് എൻ്റെ മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അവരുടെ ഒരു ലോൺലെസ് ആണ്. അവർക്ക് വേറെ ആരും അവരുടെ കൈ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനായിട്ടോ ഇല്ല. അപ്പോൾ അവർക്ക് അവർ സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിലും വിഷമത്തിനാണെങ്കിലും ഒക്കെ എന്ത് തന്നെയാണ്, അവർ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അവർ മാത്രമേ ഉള്ളൂ. കം സെലിബ്രേറ്റ് വിത്ത് മീ ദാറ്റ് എവറി ഡേ സംതിങ് ഹാസ് ട്രൈഡ് ടു കിൽ മീ ആൻഡ് ഹാസ് ഫെയിൽഡ്. അപ്പോൾ പറയും വരൂ നമ്മുടെ കൂടെ, എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. വീണ്ടും നമ്മൾ റീഡേഴ്സിനെ അവർ വിളിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അവരുടെ ലൈഫ് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ലൈഫിൻ്റെ പ്രത്യേകത എന്താണ്, ദാറ്റ് എവറി ഡേ സംതിങ് ഹാസ് ട്രൈഡ് ടു കിൽ മീ, എല്ലാ ദിവസവും എന്നെ കൊല്ലാൻ വേണ്ടി എന്തോ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്, ആൻഡ് ഹാസ് ഫെയിൽഡ്, പക്ഷെ അതൊക്കെ തോറ്റുപോയിട്ടുണ്ട്, ഞാൻ അതിനൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഈ ലൈഫ് ഇങ്ങനെ കെട്ടിപ്പൊക്കി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ വരൂ എന്നാണ് ഈ കവിതയിൽ കൂടെ അദ്ദേഹം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.